ഛത്തീസ്ഗഡ് ജയിലിൽ കഴിയുന്ന മലയാളി കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷ നൽകുന്നതിൽ തിരക്കിട്ട കൂടിയാലോചനകൾ നടക്കുന്നു. NIA കോടതിയിൽ ഇന്ന് തന്നെ ഹർജി ഫയൽ ചെയ്യാൻ സഭാ നേതൃത്വത്തിന് ഡൽഹിയിൽ നിന്ന് നിർദ്ദേശമുണ്ട്. വിവരങ്ങളുമായി ദുർഗിൽ നിന്ന് അജീഷ് ജയകുമാറാണ് ചേരുന്നത്. അജീഷ്, വെരി ഗുഡ് മോർണിംഗ്. ഛത്തീസ്ഗഡ് സർക്കാരിന്റെ നിലപാട് വളരെ നിർണായകമാണ്. അതേസമയം കേന്ദ്ര ആഭ്യന്തര മന്ത്രി പറയുന്ന ഒരു കാര്യമുണ്ട്, NIA ഒന്നും ഭയപ്പെടേണ്ട കാര്യമില്ല, അത്തരത്തിലുള്ള നീക്കങ്ങളൊന്നും ഉണ്ടാവില്ല. എന്താണ് ഇന്ന് സംഭവിക്കാൻ പോകുന്നത്? ഹാഷ്മി ക്രിസ്റ്റീൻ, എന്തായാലും തിരക്കിട്ട കൂടിയാലോചനകളാണ് ദുർഗിൽ നടക്കുന്നത്. റായ്പൂരിൽ കേന്ദ്രീകരിച്ചാണ്, റായ്പൂർ ബിഷപ്പിന്റെ അതിരൂപതയുടെ നേതൃത്വത്തിലാണ് ഈ കൂടിയാലോചനകൾ നടക്കുന്നത്. ഏത് കോടതിയിൽ ഹർജി ഫയൽ ചെയ്യും എന്നുള്ളതാണ്, ജാമ്യാപേക്ഷ നൽകുമെന്നതാണ് പ്രധാനപ്പെട്ട തർക്കം. അതിൽ ആദ്യം തന്നെ സെഷൻസ് കോടതിയിൽ തന്നെ കൊടുക്കണമെന്ന് ചില ആലോചനകളുണ്ടായിരുന്നു, പിന്നീട് NIA കോടതിയിൽ കൊടുക്കണമെന്നുണ്ടായിരുന്നു, പിന്നീട് ഹൈക്കോടതിയിൽ, അങ്ങനെ പലതരത്തിലുള്ള ആലോചനകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഡൽഹിയിലെ സുപ്രീം കോടതിയിലെ അഭിഭാഷകരോടക്കം നിയമോപദേശം തേടിയ ശേഷം ആണ് ഇങ്ങനെ ഒരു ആശയക്കുഴപ്പമുണ്ടായത്. പലരും പല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. അതുകൊണ്ട് ഇതുവരെയ്ക്കും ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല ഏത് കോടതിയിൽ നൽകണമെന്ന്. അവസാനമായി ഇപ്പോൾ റായ്പൂർ അതിരൂപതയ്ക്ക് കിട്ടിയിരിക്കുന്ന നിർദ്ദേശം NIA കോടതിയിലേക്ക് ജാമ്യാപേക്ഷ നൽകണം എന്നതാണ്. കാരണം സെഷൻസ് കോടതി ഉത്തരവും അങ്ങനെയായിരുന്നു. NIA കോടതിയിൽ പോയി കഴിഞ്ഞാൽ ഇന്ന് തന്നെ ഈ ഹർജി ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇന്നോ നാളെയോ കോടതിയുടെ ഭാഗത്തു നിന്നൊരു തീരുമാനമുണ്ടാകും. ഹൈക്കോടതിയിൽ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ഹൈക്കോടതി ലിസ്റ്റ് ചെയ്ത് അത് പരിഗണിക്കാൻ, സർക്കാരിൻ്റെ അടക്കം അഭിപ്രായം തേടി പരിഗണിക്കാൻ ദിവസങ്ങൾ നീണ്ടുപോകും. ഒരുപക്ഷെ 4-5 ദിവസം കൂടി എടുത്തേക്കും എന്നുള്ളൊരു വിലയിരുത്തലിലാണ് NIA കോടതിയിലേക്ക് പോകാനുള്ളൊരു ആലോചന നടത്തുന്നത്. ഇപ്പോഴും അത് തീരുമാനമായിട്ടില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.